ഒക്കെ ചെയ്യുന്നതാണ് അവള്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ ട്രാവലർ ജിനി. അപ്പോൾ ഞാനിപ്പോൾ എണീറ്റേ ഉള്ളൂ. ഒരു ട്രിപ്പ് 10-15 മിനിറ്റ്. കാരണം എണീറ്റ് കുറച്ച് നേരം മൊബൈൽ ഇങ്ങനെ നോക്കി കിടക്കും. ഈ ജോഷും കാര്യങ്ങളും റീൽസും മതിയായിട്ട് ജോഷ് തുടങ്ങിയതാണ്. ജോഷൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ അടുത്ത് കിടക്കുന്നുണ്ടാവും. ഇവിടെ അടുത്ത് കുറച്ച് നേരം വർത്താൻ പറയും. പിന്നെ എന്താ വെച്ചാൽ അമ്മ ചായ ഉണ്ടാക്കിയെന്നാവോ. ചായ ഉണ്ടാക്കിയത് ഞാൻ രാവിലെ എണീറ്റും ചായ കുടിക്കുന്ന സൈസാണ്. അപ്പോൾ ഏട്ടനും അങ്ങനെ തന്നെ എണീറ്റും ചായ വേണം. അപ്പോൾ അമ്മ ചായ ഉണ്ടാക്കാൻ അറിയില്ല. ഏട്ടന് എണീറ്റൊന്നും അറിയില്ല. നോക്കണം പോയിട്ട്. അപ്പോൾ ഞാൻ നോക്കട്ടെ. ഏട്ടനെ നോക്കിയിട്ട് ഞാൻ പറയാം. ഇവിടെ ഇരിക്കുന്നുണ്ട്. അവൻ രാവിലെ തന്നെ എണീറ്റിട്ട് വന്നിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് ഏട്ടൻ. ഡോറ എൻ്റെ അടുത്ത് വന്നിട്ട് ഇവിടെ ഇരുന്നു. അവളെങ്ങനെയാ വീഡിയോ കോളല്ലേ വീഡിയോ ഇതാകുമ്പോൾ രാവിലെ ആകുമ്പോൾ ഇങ്ങനത്തെ ഓരോ പരിപാടിയാണ്. കൊമ്പൻ ഇതൊക്കെ കാണും. ഇങ്ങനത്തെ ഓരോ പരിപാടി കാണലാണ് എൻ്റെ പരിപാടി. ഞാൻ ഡോറ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവളെ എല്ലാവരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഇരിക്കും. അമ്മ ചായ ഉണ്ടാക്കും അമ്മ. ഇനി പറഞ്ഞ അമ്മു ഇവിടെ കിടക്കണ്ടോ നോക്കൂ. അമ്മു ആയി പറ പോരാട്ടോ. അപ്പോ ഇതാണ് കാര്യം. ഇങ്ങനെ പാട്ട് ഇടാം. ഇല്ല ഞാൻ പാടിയ ശരിയാവില്ലടാ. അപ്പൊ ഇവ എങ്ങനെയാന്ന് വെച്ചാൽ ഇതിലൊക്കെ ഇങ്ങനെ മുന്നിലാണ്. എന്താ രസമാണ് പല്ല് കാണാൻ. ഉമ്മാടി പാല് വന്നു സാധനം ചായ കൊണ്ട് തരുമോ. താങ്കളുടെ ചായ തന്നിട്ട് പോകുമ്പോ അതൊക്കെ എന്റെ ജോലിയാണല്ലോ. ശരി കുടിച്ചോളൂ മക്കളെ ചായ. ചായ കുടിച്ചോണ്ടിരിക്കുക. ചായ എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ ഞാൻ സ്ഥിരമായിട്ട് ചായ കുടിച്ചിട്ടാണ് വല്ല കഴിക്കാറുള്ളൂ. അപ്പോഴാണ് നമ്മൾ അങ്ങനെ നല്ല വൃത്തിയാണ്. അമ്മ സൈഡ് ഡിഷ് എന്തെങ്കിലും ഉണ്ടോ അമ്മ ചായടൊപ്പം? അമ്മ സൈഡ് ഡിഷോ? അമ്മ കുറച്ച് തഗ്ഗായതുകൊണ്ട് ഹൈലൈറ്റഡ് ആയിട്ട് അമ്മ എങ്ങനെയാണ് എന്ത് ചോദിച്ചാലും ഇങ്ങനെ പറയും. ഫ്രീക്ക് എന്നൊക്കെ പറയും. എന്തൊക്കെയാ പറയും അമ്മ എങ്ങനെയാ അല്ലടാ. അമ്മ കുറച്ച് തഗ്ഗല്ലേ. ഗൈസ് എന്താ വെച്ചാ ചായ മിച്ചറും ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കാറില്ല ഗൈസ്. കാരണം വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റിനോട് താല്പര്യമില്ല. ഏട്ടൻ കഴിക്കുക. അവന് സ്ഥിരമായിട്ട് 3 നേരം ഫുഡ് കറക്റ്റായിട്ട് വേണം അവന്. ഏട്ടൻ അങ്ങനെയാണ്. ഏട്ടന് 3 നേരം ഫുഡ് വേണം. അങ്ങനെ എനിക്കെന്ന് വെച്ചാൽ ഞാൻ ഒരു ദിവസത്തില് 2 വട്ടമൊക്കെ കഴിക്കുള്ളൂ. കാരണം രാവിലെ കഴിക്കുന്നത് ഇഷ്ടമല്ല. എനിക്കങ്ങനെ കുഴപ്പമില്ല. അപ്പൊ എന്താന്ന് വെച്ചാ ഇപ്പോൾ പോയിട്ട് പല്ല് വെച്ച് ഒന്ന് ഫ്രഷായിട്ട് കാണാൻ കഴിച്ചു നമുക്ക്. ഇത് ടി വിയിൽ മറ്റേ പെർഫെക്റ്റ് ഓക്കെ പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കണ്ണങ്ങോട്ട് പോകാൻ പ്രശ്നം. അപ്പോൾ കഴിച്ച് ഞാൻ പോയിട്ട് ഫ്രഷൊക്കെ ആയിട്ട് വന്നിട്ട് കാണാം. ഫ്രഷായി പല്ല് വെച്ചിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കട്ടെ ഞാൻ അമ്മ എന്താ ചെയ്യുന്നത് നോക്കട്ടെ. കാരണം വെച്ചാൽ ഇന്നലെ പബ്ജി കളിച്ചതിൻ്റെ കലിപ്പമ്മയ്ക്ക് നല്ലോണ്ട്. അമ്മ ഡോറ ഇവിടെ ഉണ്ട് കേട്ടോ. ഡോറ ഇങ്ങനെ ഫുഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കും ഡോറ. ഇല്ല ഡോറ അമ്മ എന്താ ചെയ്യണത്? നോൺ വെജ് ഒന്നും ഇല്ലേ? നോക്കട്ടെ മീൻകട തുറന്നിട്ടുണ്ടോ നോക്കട്ടെ കാശ്. ഇല്ലമ്മ തുറന്നിട്ടില്ല മീൻകട. അപ്പൊ അമ്മക്ക് രാവിലെ ചെഞ്ചിന് വിടായിരുന്നില്ലേ? അപ്പൊ അമ്മക്ക് ചെഞ്ചിന് വിടായിരുന്നില്ലേ അമ്മ കടയ്ക്ക്? അതൊരു കാര്യം കഴിച്ചു. അവനൊന്നും അറിയില്ല. അവന് മീൻ വാങ്ങിക്കാനൊന്നും അറിയില്ല. അവന് ജോലിക്ക് പോവാൻ വീട്ടിൽ വന്നിരിക്കുക ടി വി ആണ്. ഇത് മാത്രമേ നോക്കത്തുള്ളൂ. അപ്പൊ ഈ ഡോറ എങ്ങനെ ഇരിക്കില്ല? ഡോറ വിടുന്നത് അതിനൊക്കെ ഡോറ വാങ്ങിച്ചോണ്ടായിരുന്നു മീൻ. ഓക്കെ ഒന്നുമില്ല കേട്ടോ ഒന്നുമില്ല. അപ്പൊ ഗൈസ് കുടുങ്ങി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പബ്ജി കളിച്ചാണ് സീനായത്. അപ്പൊ അതിൻ്റെ അത്ര ദേഷ്യത്തിലാണ്. എന്തെങ്കിലും ചെയ്തു തരണോ അമ്മ? പാത്രം കേൾക്കണം ഞാൻ. ഗൈസ് സീന് ഇപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഞാന് പാത്രം മോരിട്ട് വിളിക്കാം ഗൈസ്. പാത്രം നമ്മുടെ പരിപാടി തുടങ്ങി. പബ്ജിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും. പാത്രം കഴുകലോ എന്ത് വേണമെങ്കിൽ നമ്മൾ ചെയ്യും. കാരണം വെച്ചാൽ പബ്ജി വെരി ഇമ്പോർട്ടൻറ്റ് ലൈഫാണ്. അപ്പോൾ പാത്രം മോരിക്കായിട്ട് ഇനി പണിയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ചേച്ചി വല്ലാതെ വിചാരിക്കില്ല. കാരണം വെച്ചാൽ സ്ഥിരം പരിപാടിയാണ്. പാത്രം ഡെയിലി
കഴുകി വെക്കാറുണ്ട്. വേഗം പാത്രം കഴുകിയിട്ട് വേണം ഡോറെ കുളിപ്പിക്കാം. വേഗം കുളിപ്പിക്കുക. അതുണ്ട് ഗൈസ്. പിന്നെ ഡോറെ കുളിപ്പിക്കുന്ന കാര്യം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡോറെ ഞാൻ കുളിപ്പിക്കണം. ഇങ്ങനെയൊക്കെ അടക്കി പിന്നെ പണി കൊടുക്കണം. ഒരാഴ്ചയായിട്ട് ഡോറ കുളിച്ചിട്ടില്ല. അപ്പോൾ അവരെ കുളിപ്പിക്കണം. കഴുകി വെള്ളയാക്കി ഗൈസ് പാത്രമൊക്കെ. അവൻ കഴുകണ പാത്രമൊക്കെ അമ്മ വീണ്ടും കഴുകേണ്ടി വരും. കുറച്ചാണ് നീക്കി വെക്കേ. ആ കഴുകിടോടത്തന്നെ വെക്കാതെ അങ്ങനെ നീക്കി വെക്കുക. കൈ കൊണ്ട് തന്നെ തോടും. അവസ്ഥ. പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഡോറേനെ ഒന്ന് കുളിപ്പിക്കണം. ഡോറ കുളിപ്പിച്ചതിന് എൻ്റെ പണി കഴിഞ്ഞു ഗൈസ്. പിന്നെ നമ്മൾ ഏട്ടനിട്ട് പണി കൊടുക്കണം. അവന് ഇങ്ങനെ ചുമ്മാ ഇരുന്ന പോലെ ഫുള്ള് തടിച്ച് ഇങ്ങനെ ഫുള്ള് ചുമ്മാ ഇരിക്കുക ഇങ്ങനെ. അത് ശരിയല്ലേ ഗൈസ്. അപ്പോൾ നമുക്ക് ഡോറെ കുളിപ്പിക്കാൻ പോവാം ഗൈസ്. എടാ വന്ന് വീഡിയോ എടുത്താടാ ഡോറെ കുളിപ്പിക്കണത്. അടുത്ത പരിപാടി കുളിപ്പിക്കുക. കുളിപ്പിക്കുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടം കുളിക്കുന്നത്. അപ്പോൾ നമ്മൾ ബെൽറ്റ് വേണം. ഡോറെ കുളിപ്പിക്കല്ലേ? ബെൽറ്റ് എടുത്തേട്ടൻ ബെൽറ്റ് എടുത്തേ. ബെൽറ്റ് എടുത്തേ. നമ്മുടെ അപ്പാർട്ട്മെന്റ് നമ്മള് ഇവിടെ തന്നെ ടൈറ്റ് ചെയ്ത് കെട്ടെ, അല്ലെങ്കിൽ അങ്ങോട്ട് വെള്ളാവും. ടൈറ്റ് ചെയ്ത് കിടക്കുക കെട്ടെ. ഡോറ കുളിച്ചിട്ട് അവള് ഫുള്ള് ഉണങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഡോറയ്ക്ക് എങ്ങനെ വെച്ചാൽ അവൾ പെൺകുട്ടി ആയതുകൊണ്ട് അവൾക്ക് കുളിച്ച് കഴിഞ്ഞിട്ട് ഉണങ്ങിക്കഴിഞ്ഞൊക്കെ അവൾക്കൊരു സംഭവമുണ്ട്. അവൾ വിളിച്ച് പൗഡർ ഇടാന്ന് പറഞ്ഞാൽ അടുത്തൊന്ന് കിടക്കും. അപ്പോൾ അത് കാണിച്ചു തരാം. നോക്കിക്കോളൂ. ഡോറ കാണിക്കടാ. ഡോറ വാ പൗഡർ ഇടാ. വാ കുളിച്ചില്ലേ? വാ പൗഡർ ഇടാ. വാ വാ വന്ന് കിടക്കോടെ. വാ കിടക്ക്. പൗഡർ ഇടാ. കിടക്ക് കിടക്ക് കിടക്ക്. ആ അപ്പോൾ ഗൈസ് എൻ്റെ കുട്ടിയുടെ സ്വഭാവമാണിത്. പൗഡർ ഇട്ടോട്ടാ. പൊട്ടിടണോ? പൊട്ടെടുത്തോണ്ടമ്മ. അപ്പോൾ ഗൈസ് ഓക്കെ, ഡോറ പൗഡർ ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ അവൾക്ക് പൊട്ട് തൊട്ട് കൊടുക്കണം. കറുത്ത പൊട്ട് ചെറുതായിട്ടൊന്ന് തൊട്ട് കൊടുക്കും. ഡോറ ഇത് സ്ഥിരം പരിപാടി. ഡോറ എണീക്കാനൊന്നും പറ്റില്ല. മടിച്ചു കുട്ടി. അഭിനയിക്കാൻ പോവാണ്. അപ്പൊ ഇങ്ങനെ വെച്ചാൽ അവിടെ കൊണ്ടിരുത്തും. ഞാൻ ഡോറേനെ വിളിക്കുമ്പോൾ അവിടെ ഓടി വരും. അവിടെ ഇരിക്കണം. നടക്കെടുത്തല്ലേ ഇവിടെ ഏട്ടൻ വിളിക്കാൻ ഏട്ടൻ വിളിക്കുമ്പോൾ അവിടെ നിന്ന് ഓടി വന്ന് ഏട്ടൻ വിളിക്കുമ്പോൾ അവിടെ ഓടി വന്ന് പൗഡർ കേട്ടോ. പഠിക്ക്. ആക്ടിംഗ് ഒക്കെ ചെയ്യുന്നതാണ് അവള്. ഡോറ വാ പൗഡർ ഉണ്ട്. വാ പൗഡർ ഇടാ. വാ ആ പൗഡർ ഇടാ. അവിടെ കിടക്ക് വന്ന് കുറച്ച് പൗഡർ ഇട്ടാ. കിടക്ക് പൗഡർ ഇട്ടാ. ആ പൗഡർ ഇട്ടാ. പൗഡർ ഇട്ട് ഗായ്സ്